എന്താ അനക്ക് ഇവിടെ പണി? കൊറേ നേരമായാലും ഞാൻ എന്നെ വിളിക്കണേ. ആരാ വിളിക്കണത്? അതിന്റെ കൂട്ടുകാരനൊക്കെ ആയിട്ടേ കൊറേ ദിവസമായാലും ഇത് തുടങ്ങിയിട്ട് ഞാൻ അതൊന്നും കാണുന്നില്ലാതാ എന്റെ വിചാരട്ടാ. പിന്നെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിക്കണ്ടട്ടാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. വേഗം വന്നിട്ട് എന്തേലും ചെയ്യാൻ നോക്ക്. ഞാൻ വന്നോളാം. നിങ്ങളൊന്നിട്ട് ചെല്ലി. ഒരു മനസമാധാനം തരൂല. ഹലോ. അത് ഇമ്മ വന്നീന്ന്. അത് ഞാൻ കട്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കട്ടാക്കുമ്പോ തിരിച്ചു വിളിക്കരുത് എന്ന്. ഇപ്പൊ ഉമ്മ പോയതുകൊണ്ട് അല്ലെ ഇപ്പൊ ഉമ്മ ഞാൻ ഒച്ചയും കൂടി ഉണ്ടാക്കി. ഞാൻ എങ്ങനെ പിടിച്ചു നിക്കണ് അവൻ വേണ്ട ആലോചിക്ക. ഇന്ന് വരികേ എങ്ങനെ ഇന്നലെ കണ്ടുകൊടുത്തിട്ട് ഇന്ന് വരിക? ഇന്നലെ തന്നെ ഞാൻ അമ്മായിനെ കണ്ടിരിക്കണം. അമ്മായി ഇന്നെ കണ്ടിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഇതുവരെ അമ്മാക്ക് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. നീ എപ്പോഴാണോ വിളിച്ച് പറയാ. എനിക്ക് വേണ്ട ജ്യൂസ് ഒന്നും. കല്യാണം കേട്ട് എന്നിട്ട് പിന്നെ എപ്പോഴും പുറത്തു പോവാലോ. വേറെന്താ? എന്നാ ശരിട്ടോ, ഞാൻ പിന്നെ വിളിക്കണ്ട്. ശരി. കുറച്ചേരം റീൽസ് ഒക്കെ എടുക്കും കാണാം. ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ ഞാൻ കാരണം നിക്കം മരിച്ചതെന്നുള്ളത് ഇന്നേറ്റ് അറിഞ്ഞോ? ഓന്റെ ഓർന്ന് ഇങ്ങോട്ട് വന്നേ മുതൽ തുടങ്ങിയതാണ് ഒരു ഫോണായിട്ട് നടക്കല്. ആൾക്കാരെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ? ആരാണാവോ ഇങ്ങനെ വിളിക്കണേ? എന്നും പറയും കൂട്ടുകാരത്തിയാണ് കൂട്ടുകാരനാണ്. ഇത് എവിടം വരെ പോകുന്നതാവും? വല്ലാത്തൊരു മയക്കാണെങ്കിൽ ഒരു ഒഴിവും ഇല്ല. മനസ്സിലാണെങ്കിൽ കൊറേ തിരുമ്പാനും ഉണ്ട്. ഓളെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ മനസ്സിന് ഒരു മനസമാധാനം എന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോൾ പഠിക്കാൻ പോവാനാണ് ഇപ്പൊ തുഞ്ചന്. എന്തൊക്കെ ആവണാവും. ഈ നേരം വരായിട്ട് ഓൾക്ക് അതിൻ്റെ ഉള്ളിൽ നീ ഇറങ്ങാറായിട്ടില്ല. വല്ലാത്തൊരു പെണ്ണാണ്. മഴ ചാറിങ്ങോണ്ട് നിക്ക. ഇതെല്ലാം ഒരു പണികളുണ്ട് പുറത്ത്. മഴയാണ്. ഇനി മഴ വരുന്നേന്. ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് ഒലർന്നിട്ടുള്ളൂ. ഇങ്ങനെ പുഴുക്കളും കൊതുകും ഒക്കെ ഉണ്ടാവും. വല്ലാത്തൊരു കഷ്ടം. ആദ്യമൊക്കെ ഇവിടെ കൊണ്ട് വന്ന് നല്ലപോലെ ഇരിക്കാന്. ഇപ്പൊ ഇവിടെ ഇരിക്കാന്ന് വെച്ചാ എന്താ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ? ഒന്നുമില്ലടി, ഈ മഴന്റെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാ മളെ. എന്ത് മഴയാണ്! മഴ നേരെ ഇങ്ങോട്ട് വൃത്തിയൊക്കെ തുടങ്ങിയ മഴ തന്നെയാണ്. ഇജ്ജ് വാഴ ഉണ്ട് ഒത്തുക്ക് കയറിക്കോ. ഇനിയിപ്പൊ മഴച്ചാറിൽ ഇനിയിപ്പൊ തുടങ്ങും. നല്ല ഇർട്ടുത്തി വന്നിക്കണല്ലോ. ഇല്ലടി, ഔത്തുക്കൊന്നും കേറുന്നില്ല. ഇജ്ജ് എങ്ങോട്ട് വന്നതേന്ന്? ഞാനിടി പറമ്പക്ക് വന്നതാണേ, തേങ്ങ ഉണ്ടോ നോക്കാന്. ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നില്ല. അപ്പൊ വീണിക്കണോ നോക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് കിട്ടിയോ? വീണിട്ട് ഒന്ന് കിട്ടി മഴ. ബാക്കിയുള്ളൊന്നും കാണാനില്ല അവിടെ. ഇപ്പൊ ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നല്ലോ. തേങ്ങ ഒക്കെ ഇങ്ങനെ വിൽക്കുന്ന സൗണ്ട് കേട്ടീന്. അത് പെറുക്കാൻ വന്നതാല്ലേ. അനക്കുവാണ് തേങ്ങ? വാണ്ടടി, ഇവിടെ തേങ്ങ ഒക്കെ ഉണ്ട്. അന്റെ പെണ്ണെവിടെടി? പെണ്ണ് അത് അതിന്റെ ഉള്ളില് മള. അതന്നെ ഞാൻ പറയുന്നത്. മാകെ നാണം കെടുന്ന അവസ്ഥ ഇപ്പൊ വരുന്നത്. ഓൻ മരിച്ചിട്ട് ഇപ്പൊ ആകെ 2 മാസമായിട്ടായിട്ടുള്ളൂ.
ഓള് അവിടുന്ന് ഇങ്ങോട്ട് വന്നേ മുതല് തുടങ്ങിയതാടോ ഒരു ഫോണേറ്റ്. ചോദിച്ചാ കുട്ടി പറയും എന്റെ കൂട്ടുകാരത്തിയാണ്. പക്ഷെ ഓളെ വർത്താനം അതേപോലെ ഒക്കെ നോക്കുമ്പോ കൂട്ടുകാരത്തി ഒന്നും അല്ല തോന്നുന്നു എനിക്ക്. ആകെ പേടി. അവൻ ഇവള് കാരണായിട്ടാണ് ആ ഓൻ മരിച്ചിക്കണത്. ആത്മഹത്യ ചെയ്തതല്ലേ. ഓള് പറഞ്ഞത് കടങ്ങളോണ്ട് ആത്മഹത്യ ചെയ്തതാന്ന്. എന്താവണം, അവൾക്ക് പേടിയാവുന്നുണ്ട്. തേഞ്ഞ എന്താ കാട്ടുക? ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണ മോളെ? ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. ഇവിടെ നിന്നുകാണ്ട് വർത്താനം പറഞ്ഞ് കേട്ട പിന്നെ അത് മതിയാവും. നമുക്ക് കുറച്ചാണ്ട് നിക്കാം. എന്നാ ആണ്ട് വായ. എന്നിട്ട് എന്തൊക്കെ ചായയും കടിയൊക്കെ ആയോ? ആടി ചായയും കടിയൊക്കെ അയക്കണം. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കണത്. ഞാൻ എന്താ രാവിലെ നീച്ചപ്പോ തേങ്ങ ഇല്ല. കറി എന്തേലും വക്കാച്ചിട്ട് നോക്കിയപ്പോ തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്നാ പറമ്പൊക്കെ ഉണ്ടായാരാ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാ. ഒന്ന് കിട്ടി മോളെ. പോകുമ്പോ എടുക്കവിടെ ഇരിക്കട്ടെ. ഞാൻ എന്താന്നറിയോ, അവിടെ നിന്ന് വർത്താനം പറഞ്ഞു ഓള് കേട്ടുങ്ങാണ്ട് വന്നാ പറയും ഇല്ലാത്ത കാര്യങ്ങൾ പറയാന്ന്. എനിക്കിപ്പൊ എന്തേലും അവസ്ഥ എന്റെ മകളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയാന് എടങ്ങറായിന്ന് പറയാലോ മോളെ. ഇനി പോക്ക് പഠിച്ചാൻ പോണെന്ന പോള് പറയുന്നത്. ഏജൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളുടെ പെണ്ണിന്. അതന്നെ പറഞ്ഞത്. മാപ്പിള മരിച്ചിട്ട് ഒരു 40 കൂടി കഴിഞ്ഞിട്ട് അതിന്റെ മുന്നോള് പഠിക്കാൻ പോവുക. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലത്. എനിക്ക് വെജ ആൾക്കാരുടെ ഇടയിൽ നാണം കെട്ട് തലേക്കൂടെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ ആവുകയാണാവുന്നു. ഇന്നായിട്ടല്ലോ അറിഞ്ഞിക്കണ. അങ്ങനെ അറിയാനുള്ളത് ന്യൂസൊന്നും ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. പുറത്തുനിന്ന് വർത്താനം കേൾക്കും. ഖദീജത്തല്ല വന്നിക്കണത്. നിന്നെ പറ്റിട്ട് തന്നെയാണ് അപ്പൊ വർത്താനൊക്കെ എല്ലാം അറിഞ്ഞിക്കണു. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. അവന്റെ പിന്നാലെ പോവന്നെ നല്ലത്. ഇതൊക്കെ പറഞ്ഞെന്നുള്ളതല്ലാണ്ട് കേൾക്കണില്ല. നമുക്ക് നല്ല സംശയം ഉണ്ട് എന്തായാലും. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. തീരുമാനം ഉണ്ടാക്കണം. എന്താ ഈ കുട്ടി ഇങ്ങനെ ആയാല്? ഇവൾക്ക് ചെലപ്പോ അവിടുന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടാവൂലേ. അതേക്കാര കുട്ടി ഇങ്ങനെ ചെയ്യാൻ കാരണം ഉണ്ടായിട്ടുണ്ടാവുക. അല്ലാതെ ഇപ്പൊ ഒരു പ്രശ്നമൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇജ്ജ് പറഞ്ഞ പോലെ കടോ ഒന്നും കാണുന്നില്ല. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാളാം. ഇക്ക് വെജഞ്ഞോളെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും. ഞാൻ മനസ്സിലാക്കി മടുത്തുക്കണ്. ഇനി എന്താ ഓള് തീരുമാനിക്കട്ടെ. അല്ല അപ്പൊ എന്തെന്ന് ഞാൻ പറയാ. വല്ലാതെ കളിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടുന്നാണ്ട് ഇറക്കി വിടും ഞാൻ. അല്ല അപ്പൊ കുന്നോടൊന്നും പറയാൻ വെച്ച ഇനി എന്ത് കാട്ടാനാ. എന്നിട്ട് ഇപ്പൊ എന്റെ പണികളൊക്കെ കഴിഞ്ഞോ? എന്റെ പണികള് ഔത്തത്തൊക്കെ കഴിഞ്ഞിക്കണ്. ഇനി പുറത്തുള്ള ഈ മഴ ഇങ്ങനെ തൂങ്ങിക്കുമ്പോ എങ്ങനെ ഞാൻ തിരുമ്പാന്ന് ആലോചിച്ചിരിക്കുന്നു. മഴ ഒരു ചൂടുണ്ട് തിരുമ്പാൻ. ഇന്നലെ മഴ കാരണം തിരുമ്പിയിട്ടില്ല. ഇന്നലെ ജുമുഅ പിരിഞ്ഞൊക്കെ തുടങ്ങിയ മഴയാണല്ലോ. ജുമ ഇരിഞ്ഞേക്ക് തുടങ്ങിയ മഴ തന്നെയാണ്. ജുമ പിരിഞ്ഞ ഒരു 5 മിനിറ്റ് ആയില്ല അപ്പോത്തിന് മഴ ചെയ്തിക്കും. ആടി മഴയോണ്ട് തന്നെയാണ് മനുഷ്യന്മാരും ആകെ ഇടങ്ങറായിക്കണത്. ഞാനിപ്പോ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നുകൊണ്ട് തിരുമ്പികാണ്ട് മേലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാല് ആ കാറ്റുണ്ടോ ഒന്ന് ഉണങ്ങും. കഴിഞ്ഞോലൊക്കെ ഞാൻ ഇടങ്ങറ് അനുഭവിക്കണം മോളെ. വാഷിംഗ് മെഷീനും ഇല്ല, ഒന്നുമില്ല. ആ കല്ലുമ്മ തിരുമ്പും വേണം. എന്നിട്ടിപ്പോ പണികളൊക്കെ കഴിഞ്ഞാ? പണികളൊക്കെ കഴിഞ്ഞിക്കണ്. പെരേല് പെണ്ണുണ്ടേ. ഓളവിടെ ഉണ്ട്. പെണ്ണുണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലടി കല്യാണം നോക്കണൊന്നുമില്ലേ? ഇപ്പൊ തന്നെ ഒന്നും ഇത് കല്യാണം ഒന്നും കേൾപ്പിക്കണില്ല. പഠിപ്പൊക്കെ ആണ് കഴിയട്ടെ. എന്നിട്ടൊക്കെ തന്നെ കെട്ടിച്ച് അറിഞ്ഞേക്കുള്ളൂ. ഒരു ജോലിയൊന്നും ഇല്ലാതെ എങ്ങനെ മളെ ശരിയാവില്ല. ഇപ്പത്തെ കാലാണ്, പണ്ടത്തെ കാലൊന്നും അല്ല. എന്തൊക്കെയാ ഇപ്പൊ കേക്കണത് ചുറ്റുപാടും. പേടിയാണ്. അത് ഇജ്ജ് പറഞ്ഞത് ശരിയാട്ടോ. ആദ്യത്തെ പോലൊന്നുമല്ല. ഇപ്പൊ ഫുള്ള് കൊലയും ഇതൊക്കെ തന്നെയാണ്. ഭർത്താവ് ഭാര്യനെ കൊല്ലും, ഭാര്യ ഭർത്താവിനെ കൊല്ലിച്ച് പറഞ്ഞത് ശരി തന്നെയാണ് മോളെ. അങ്ങനൊക്കെ തന്നെ മക്കളെ അതിനൊക്കെ നമ്മളെ മക്കളെ രക്ഷിക്കട്ടെ പടച്ചോന്.
അല്ല അപ്പൊ എന്തെന്ന് പറയാ, മഴ നല്ല മൂടി നിക്കണ്ടെന്ന്. ഞാൻ അവിടെ പോയാലോ? ഇനിയിപ്പോ എന്തായാലും തൊടൂലൊന്നും ഉണ്ടാവില്ല, തേങ്ങ ഒന്നും ഉണ്ടാവില്ല. ഈ ആകെ ഒന്നുണ്ടോ കിടക്കണ്, അത് മാത്രം. ഞാൻ ആരെടുത്തോണ്ടേന്ന് ആർക്കറിയാം. അന്ന് ഇജ്ജ് ചെല്ല്, തേങ്ങ ഉണ്ടോ നോക്ക്. നിറച്ച് കൊതുകാരം, പൊന്തിയും കാടും ഒക്കെ കൂടായിട്ട്. ഇജ്ജ് പോയി നോക്ക്. ഇനിയിപ്പോ എന്തായാലും ഞാൻ ഇതിൽ കൂടെ കേറട്ടെ. ഇങ്ങനെ പോയാല് പെരേക്ക് എത്തുമല്ലോ. ഇപ്പൊ അങ്ങനെ പോട്ടെ ഞാൻ. ആയിക്കോട്ടെ എന്നാ. ഞാൻ പറഞ്ഞ ഇനിയിപ്പോ ആരോടും പറയൊന്നും വേണ്ട, എന്നോടുള്ളൊരു വിശ്വാസത്തിൽ പറഞ്ഞതാ. പിന്നെ കൊറേ ഒക്കെ മനസ്സിൽ ഇങ്ങനെ വെക്കുമ്പോ ആരോടേലും ഒന്ന് തുറന്ന് പറയണ്ടേ, അത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ. ഞാൻ ആരോടും പറയണില്ലേടി. ഇതൊക്കെ ഇനിയിപ്പോ ഒരാളോട് പറയാ എന്താ ഇജ്ജ് പറയണത്? ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണ്. ഈ 22-25 ദിവസമൊക്കെ ആയി മാപ്പിള മരിച്ചോളൂ, ജോലിക്ക് പോവാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ നമ്മളൊക്കെ ഒന്ന് നോക്കണ്ടടോ. ഞാൻ ആരോടും പറയില്ലടി, ഇജ്ജ് അയച്ചിട്ട് ബേജാറാവും വേണ്ട കേട്ടാ. ഞാൻ പിന്നെ എപ്പോഴേലും വരണ്ട്. ആ തുമ്മയാണെങ്കിൽ ഒരു കായും ഉണ്ടാവണില്ല, ഉണ്ടാവണതൊക്കെയും പോവുകയാണ്. വെറുതെ മേലക്ക് കൊണ്ട് പടർന്നിട്ട് ഇത് എല്ലായിടത്തും ഉണ്ടാവണുണ്ട്. ഇതണ്ട ഒന്നുകൊണ്ട് പിടിക്കണില്ല. ഉണ്ടാവും, അന്നെ ഉണ്ടാവട്ടെ. ഈ പെണ്ണ് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലേ? ആരിപ്പോ ഫോൺ അടിക്കണത്? അമ്മായിയാണല്ലോ. ഹലോ. എന്ത് പാട്, ഇങ്ങനെ പോണ്. മഴ ഉണ്ടോന്നോ? ആകെ മഴ ഉള്ളു. അവിടെ എന്താ പാട്? ഇപ്പൊ ഒരു ഒലർച്ച ഉണ്ട്, അതാ ഇട്ട് മൂടി വന്നിക്കണ് മഴ. ഇനിയിപ്പൊ എപ്പോഴാണ് അവൻ അത് തോരല്. അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞിക്കണ്. ഇനി പുറത്തുള്ള തന്നെ ഉള്ളു. ഓളതാടെ ഔത്തുണ്ട്. എന്റെ ഇന്നലെ ഓള് എന്താ ഓഫീസിലത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിന്ന്. അപ്പൊ കണ്ടിട്ടുണ്ടാവൂലേ? ആണോ? ഓള് ഇവിടുന്ന് ഒറ്റക്കാണല്ലോ പോയിക്കണ്. എന്നാ ഒപ്പം ജോലി ചെയ്യണ ആരെങ്കിലും ഇക്കാരം. അത് ഇനിയിപ്പോ ഓള് ഇവിടെ ഇങ്ങനെ ഇരുന്നാല് ശരിയാവില്ലല്ലോ ചിറ്റാണ്. ഓക്കും വേണ്ട എന്തേലുമൊക്കെ ജോലി, അത് നോക്കാൻ വേണ്ടി പോയതാണ്. 40 കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയണല്ലേ. എന്താ കാട്ട? ഓനാണെന്നുണ്ടെങ്കിൽ അത് മരിക്കും ചെയ്ത്. ഇനിയിപ്പൊ എന്റെ കുട്ടിക്ക് ചെലവിന് എന്തേലുമൊക്കെ വേണ്ടേ? അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യാ? പറയണവർക്ക് അവിടെ പറയാലോ. ഓളെ അവസ്ഥ പോക്കല്ലേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലായി കൊടുത്തോണ്ട്. ശരി എന്നാല്. ആയിക്കോട്ടെ. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ ഇവളോട് പറഞ്ഞതാണ് ഇന്നലാണ് പോവണ്ട പോവണ്ടെന്ന്. നമുക്ക് 40 കഴിഞ്ഞിട്ടൊന്നും പണ്ടാറടക്കിയാ പോരാ. കൂത്തു എടി എടി പണ്ടൊക്കെ എടുക്കേണ്ടി വരും. എന്തായാലും ഓലൊന്നും കിട്ടിയ മാറല്ല ഇപ്പൊ ഇത്. എന്തായാലും കൊണ്ടോ. ഇവളിത് ഏത് അടുപ്പിലാ കിടക്കണ്? സാബിറ, ഏടി? അത് വരുന്നേ. പറഞ്ഞ എമ്മ കാലം കേക്കൂലോ. എന്തേ?
അന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇവിടുന്ന് പോവണ്ടാന്ന്. ഒരു 40 കഴിയോണെങ്കിൽ അനക്കൊന്ന് ഒതുങ്ങി നിന്ന് എന്തേലും വരുവോ? ഞാനിപ്പോ ജോലിക്ക് പോണതാ ഇപ്പൊ നിങ്ങളെ പ്രശ്നം? ആവശ്യത്തിനെല്ലാം പുറത്തിറങ്ങിയിരിക്കണത്. അന്റെ ആവശ്യങ്ങള് 40 കഴിഞ്ഞിട്ടുള്ള ആവശ്യങ്ങളൊക്കെ മതി. ഇവിടെ നിക്കുമ്പോ എന്ത് ചെലവാ അനക്കുള്ളത്? പിന്നെ ആരെന്നടി എന്റെ പിന്നാലെ ഉണ്ടായിരുന്നെന്ന് അമ്മായി അറിഞ്ഞല്ലോ. ഇജ്ജ് ഇന്നലെ അമ്മായിനെ കണ്ടില്ലേ? അതിന്റെ ഒപ്പം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇജ് നോണ പറയാൻ നിക്കണ്ട. ഇജ് കൊറേ ദിവസമായിക്കുന്നു ഇതേറ്റ് നടക്കൽ തുടങ്ങിയിട്ട്. ഞാൻ ഇത് അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. എല്ലേതും ഞാൻ കാണുന്നുണ്ട്. എന്നോട് ഞാൻ പറഞ്ഞാണ് ഇന്നലെ ആണ് പോവണ്ടെന്നുള്ളത്. ഒന്ന് കേട്ടൊന്ന് ഒതുങ്ങി നിന്ന് എന്തെങ്കിലും വരുവോ? നിന്റെ സംശയം ഇപ്പൊ ആ ചെക്കനും കൂടി കൊലക്ക് കൊടുത്ത ഇജ്ജാണ് എന്നാണ്. ഇതല്ല ഇപ്പൊ എന്റെ സ്വഭാവം. ഇതന്നെക്കാരല്ല ഇജ്ജിപ്പോ ഓന്റെ അടുത്ത് എടുത്തിട്ടുണ്ടാവുക. പിന്നെ വേറെ എന്തെങ്കിലും എന്റെ മനസ്സിൽ പൂതി ഉണ്ട് എന്നുണ്ടെങ്കിലേ അത് ഉമ്മാടെ കുട്ടികൾ മാറ്റി വെച്ചാൾടാ. ഇവിടെ എന്തായാലും അത് നടക്കൂല. നിങ്ങൾക്കിപ്പോ എല്ലാം മനസ്സിലായല്ലോ. ഞാൻ ഇന്റെ തീരുമാനം കൂടി പറഞ്ഞുതരാം. ഞാൻ എന്തായാലും നിങ്ങളെ കൂടെ ഞാൻ നിൽക്കൂല. ഞാനും ഓനും കൂടി ഇഷ്ടത്തിലാണ്. അത്ര അറിഞ്ഞാ പോരെ നിങ്ങക്ക്? ഞങ്ങൾ ഇഷ്ടത്തിൽ തന്നെയാണ്. നിങ്ങളത് തീരുമാനിക്കാന്? ഞാൻ തന്നെയാണ് ഇവിടെ തീരുമാനിക്കാന്. അങ്ങനെ അനക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടാണ് ചെയ്തോ. ഇതിന്റെ ഉള്ളിൽ നടക്കൂലെന്നാ ഞാൻ എന്നോട് പറഞ്ഞത്. അനക്ക് ഞാൻ പറയണേന് ഒരു വില ഇജ്ജ് കൽപ്പിക്കണില്ലല്ലോ. എന്താ ഇവിടെ നടക്കായി? അത് ഞാൻ നടത്തും. എന്താ എന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ലല്ലോ നിങ്ങക്ക്. അന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂലെന്നാ പറഞ്ഞത്. ഓല് അപ്പോഴും പറഞ്ഞ ഇജ്ജ് ഇവിടെ നിന്നോ, ഓ മരിച്ചിരിക്കുന്നു വിചാരിച്ചിട്ട് ഇജ്ജ് എന്റെ പെരേക്ക് പോകണ്ട, ഇത് അന്റെയും കൂടി പെരയാണെന്ന് പറഞ്ഞപ്പോ ഇജ്ജ് എന്താ പറഞ്ഞത്? ഞാൻ ഇക്കല്ലാത്തോട്ട് ഞാൻ നിക്കണില്ല, ഞാൻ ഇന്റെ പെരേക്ക് പോവാണ്. ഇജ്ജ് ഇതിനല്ലേ ഇങ്ങോട്ട് വന്നിക്കണത്? കൊണ്ട ആണുങ്ങളോട് ഫോൺ വിളിച്ച് വർത്താനം പറയാന്. ഇജായിട്ടേക്കാരാ കുട്ടിയുടെ ജീവൻ പോയിക്കണത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കാരണം തന്നെയാണ് മരിച്ചിരിക്കണത്. നിങ്ങളെ മരുവനിക്കേ മരിക്കണതിന്റെ മുന്നേ എല്ലാ കാര്യങ്ങളും അറിയാം ഇതിനെ പറ്റിയിട്ട്. ഞാൻ എല്ലാതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാരം അയാള് ചെയ്തിട്ടുണ്ടാവുക. വാണ്ടജ് നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തൊക്കെ ഇനി വരാൻ പോകുന്നു ആർക്കറിയാം. എല്ലാരെ കൊണ്ട് പൊറയിപ്പിച്ചാലും പെണ്ണ് ബാക്കിയാണ്. എടങ്ങറായി മനസ്സെ. ആണ്ടിണ്ടായില്ല അങ്ങനത്തെ ഒരു കല്യാണം. ഹലോ. ഇമ്മല്ലേതും അറിഞ്ഞിക്കണ്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അറിഞ്ഞിക്കണ്. ഞാൻ ഇന്ന് എന്തായാലും എന്റെ പിന്നാലെ പോരുകയാണ്. ഇന്നന്നെ. ഞാൻ ഇപ്പൊ വരാം. ഈ എവിടെ ഉണ്ടാവുക? അതിന് ഈ ഒന്നും പേടിക്കണ്ട. എന്റെ അടുത്ത് കുറച്ച് സ്വർണ്ണൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് പോരാ. എന്തായാലും കല്യാണത്തിന് ഇമ്മ തന്നതും പിന്നെ ഓല് കെട്ടിയ മഹറൊക്കെയാണ്. ഓലില്ലാതെ പോലെ മഹർ എന്തിനാ നിക്ക്? ഞാൻ ഇപ്പൊ വരാം. എന്നാ ശരി. എന്നാ എന്ത് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാട് പ്രശ്നം ഉണ്ടാകട്ടെ. അല്ല അപ്പൊ എന്തെന്ന് ഞാൻ പറയാ? മിക്ക എന്റെ ഇഷ്ടത്തിന് ജീവിക്കണ്ടേ? ഞാൻ വരാം. ശരി എന്നാ വെച്ചോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ഇനി ഒറ്റക്ക് ഉടനെ ജീവിക്കട്ടെ. നിന്റെ ശല്യൊന്നും ഉണ്ടാവൂലല്ലോ. നല്ലപോലെ നിന്നിട്ട് ഉമ്മാക്ക് കല്യാണം നടത്തി തരാലോ. അതിനും പറ്റായിട്ടല്ലേ. അപ്പൊ അങ്ങനൊക്കെ തന്നെയാണ്. കുറച്ച് ദിവസം
ഇജ് എങ്ങാണ്ട ബാഗൊക്കെ എടുത്തുകാണ്ട് ഞാൻ പോവാണ്. പോവേ എങ്ങണ്ട് പോവാണ് എനിക്ക് ഇഷ്ടമുള്ള ആളെടുത്തേക്ക്. ഇതൊക്കെ ആദ്യം തീരുമാനിച്ചിട്ടാണ് നമ്മടെ കുട്ടി ഇങ്ങോട്ട് വന്നിക്കണില്ലേ. എന്തായാലും നിങ്ങൾ എല്ലാതും അറിഞ്ഞല്ലേ. ഇനിയിപ്പൊ എന്തായാലും ഇവിടെ ഒന്നും നടക്കൂലെന്ന് നിങ്ങൾ പറഞ്ഞു. പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിക്കണ്? ഞാൻ പോവാ. അന്നെ ഇത്രയും കാലേ പോറ്റി വളർത്തിയിട്ട് ഇജ് നിക്ക് ഇതന്നെ തരണം ട്ടോ. ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ വസളാക്കാണ് ഇജ് ചെയ്യുന്നത്. എടി ഇജാകെ ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ അവിടുന്ന് അന്നെ ഇങ്ങോട്ട് കൊടുന്നതൊക്കെ. നീ എന്താ ഈ കാട്ടണത്? ഇത്രയും കാലം നോക്കി വളർത്തിയ കണക്കൊന്നും ഇപ്പൊ നിങ്ങൾ പറയൊന്നും വേണ്ട. അതിപ്പോ ഏത് ഉമ്മാരായാലും വാപ്പാരായാലും മക്കളെ നോക്കേണ്ട കടമ ഉണ്ട് ഓൽക്ക്. അത് ഏത് നേരം ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓനിക്കും അറിയായിരുന്നില്ലേ വെറുതെ അല്ലാതെ അതിന്റെ ജീവൻ കളഞ്ഞത്. ഇനി ഉമ്മയും കൂടി ജീവൻ കളയേണ്ടി വരൂലേ ഇജ് കാരണം? ഞാൻ കാരണം തന്നെയാണ് ഓൻ മരിച്ചത്. ഓനക്ക് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓനക്ക് ജീവിച്ചാ പോരെ. ഓൻ എന്തിനാ എന്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നത്? ഞാൻ ഇല്ലാതെ ജീവിക്കൂലായിരുന്നു. വേണ്ട, ജീവിക്കണ്ട. ഞാൻ എന്തായാലും ഞാൻ പോവാണ്. ഇനി ഏത് ജാതിക്കാരായാലും വേണ്ടില്ല ഇജ്ജ് പോയിക്കോ എന്റെ പിന്നാലെ. എനിക്ക് ഈ നാണക്കേടുന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. ഇനി ഇങ്ങനെ ഒരു മകളില്ലാന്ന് വിചാരിക്കാലോ. ജാതി അതൊന്നും ഇപ്പൊ നിങ്ങൾ നോക്കൊന്നും വേണ്ട. ഏത് ജാതി ആയാലും നല്ലപോലെ നിന്നാ പോരെ. നിങ്ങളെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിച്ചു തരാം. പൊയ്ക്കോ, എവിടുക്കാച്ച പൊയ്ക്കോ. ഇത്രയും കാലം ഇങ്ങനെ നോക്കി വളർത്തിയതാ ഞാൻ ഓളെ. എങ്ങനെയും ഞാൻ ഓള് കെട്ടിച്ച് പറഞ്ഞയച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആയ കാലത്ത് വാപ്പാണ്ട് ഇട്ടെറിഞ്ഞാണ് പോയി. മക്കളെല്ലാ കാര്യം പിന്നെ ഞാൻ മാത്രല്ല നോക്കിയത്. സ്വർണ്ണും പണ്ടും ഒക്കെ കടം വാങ്ങിയിട്ടു പെരമ ലോൺ എടുത്തിട്ടും ഒക്കെ. ഇപ്പൊ ഞാൻ എന്താ കാട്ടെനിക്കറിയില്ല. ആൾക്കാരിടയിൽ ആകെ നാണം കെട്ട്. പോട്ടോള് എവിടക്കാച്ച പോട്ടെ. വേണ്ട, എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു മകള് ഇല്ലായിരിക്ക നല്ലത്.